ചർച്ച ബോർഡിൻ്റെ സഭാ അധ്യക്ഷൻ പാസ്റ്റർ ബിജു ജയൻ വർഗീസ് അവരുടെ ഈ സമയത്ത് ഞാൻ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തേതായ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ്റെതായ അധ്യക്ഷനായിരിക്കുന്നതായ ഈവനിംഗ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ വടക്കൻ മേഖല കോർഡിനേറ്റർ ആയിരിക്കുന്നതായ പാസ്റ്റർ CA ജേക്കബ് അത്താണി, ഇന്ന് വചന ശുശ്രൂഷ നിർവഹിപ്പാൻ തൊക്കണം നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതായ പാസ്റ്റർ ജോയി പാറയ്ക്കൽ, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്നതായ ദേവദാസന്മാർ, ഈ പൂമല നായരങ്ങാടിയിൽ പ്രദേശത്തുള്ളതായ പ്രാദേശിക സഭകളിൽ നിന്നും മറ്റ് ദേശനിവാസികളായി കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കട്ടെ. നായരങ്ങാടി ഈവനിംഗ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ 2 വർഷക്കാലം പൂർത്തിയാകുന്ന ഈ സമയത്തേക്ക് ഇവിടെയുള്ള പ്രിയ ദൈവമക്കളായ നിരന്തരമായ പ്രാർത്ഥനയും അവരുടെ ആഗ്രഹപ്രകാരം ഇപ്രകാരം ഒരു സുവിശേഷ യോഗം ഈ പ്രദേശത്ത് ക്രമീകരിപ്പാൻ തൊക്കണം വലിയവനായ ദൈവം ഒരുക്കിയ അതിമഹത്തായ ദൈവത്തിൻ്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈവനിംഗ് ലൈറ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ സായാഹ്നദീപം ദൈവസഭ എന്ന് പറയുന്നത് കൊണ്ട് പലരും ചോദിക്കും, അങ്ങനെ ആ ഒരു നാമകരണം എന്തുകൊണ്ട് വന്ന് എന്ന് ഉള്ള ചോദ്യം ചോദിച്ചേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടേതായ ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രസക്തിയെ മനസ്സിലാക്കുമ്പോൾ ഈ ലോകം അതിവിദൂരമായി മുന്നോട്ട് പോകുമെന്ന് കരുതേണ്ട. ആർക്കും പ്രവർത്തിപ്പാൻ പാടില്ലാത്ത ഒരു രാത്രി വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പകലുള്ളിടത്തോളം നമ്മുടെ വലിയവനായ ദൈവത്തിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഭൂപ്പരപ്പിൽ ദൈവം തന്റെ മക്കളെ ആക്കിയിരിക്കുന്ന പരമപ്രധാനമായ ഉദ്ദേശം. ആ ഉദ്ദേശം നിറവേറ്റുവാൻ തൊക്കെ നിക്ഷിപ്തമായ കടമ ദൈവത്തിൻ്റെ സഭയിലാണ്, അഥവാ വിളിച്ചു വേദനിക്കപ്പെട്ട ദൈവമക്കളിലാണ് കടമ നിക്ഷിപ്തമായിരിക്കുന്നത്. ആ അർത്ഥത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ ലോകത്തിലുള്ളതായ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഒരു സന്ധ്യാസമയത്താണ്. ഇനി അധികം വിദൂരമായ ആർക്കും പ്രവർത്തിപ്പാൻ പാടില്ലാത്ത ഒരു രാത്രി വരുന്നുവെന്ന് മനസ്സിലാക്കി ഈ സഭയുടേതായ ദൗത്യം ഈ സമയത്തേക്ക് സായാഹ്ന വേളയിൽ ദീപമായി പ്രകാശിക്കേണ്ടതാണ് ഇന്ന് ലോകത്തിലുള്ള സകല സഭകളും. കേവലം ഈ സായാഹ്നദീപം ദൈവസഭ മാത്രമല്ല, ഇന്ന് നിലവിലുള്ള നമ്മുടെ എല്ലാ സഭകളുടെയും ദൈവമാക്കി വച്ചിരിക്കുന്ന ഉദ്ദേശം ഈ സായാഹ്ന വേളയിൽ ദീപമായി പ്രകാശിച്ച് ചിലരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുക എന്നുള്ളതായ വലിയൊരു ദൗത്യത്തിനാണ് ദൈവം സഭയെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അധികം വിശദീകരണത്തിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലവും സന്ധ്യാസമയവും ഒരിക്കൽ കൂടി ഈ പൂമല ദേശത്ത് ദൈവം നായരങ്ങാടി പ്രദേശത്ത് വലിയവനായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി ആ മാറ്റമില്ലാത്ത ദൈവികമായ സന്ദേശത്തെ അറിയിപ്പാൻ തൊക്കണം ദൈവം ഒരു സാവകാശവും നൽകിത്തുന്നു. ഈ സഭയ്ക്കും അതിനുള്ളതായ പ്രചോദനം നൽകിക്കൊടുത്തതിന് ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാനവജാതിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു സദ്വർത്തമാനമാണ് സുവിശേഷം എന്നുള്ളത്. ഇറ്റ്സ് എ ഗോസ്പൽ. ഏറ്റവും വലിയൊരു സദ്വർത്തമാനം വലിയവനായ ദൈവത്തിന് മാനവജാതിക്ക് നൽകിക്കൊടുത്തതായ ഏറ്റവും വലിയ ഒരു സദ്വർത്തമാനമാണ് സുവിശേഷം എന്നുള്ളത്. ആ സുവിശേഷം ഇന്ന് ലോകത്തിലെമ്പാടും അധികമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അതിന് തടസ്സമുണ്ടാകുന്നു. കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുവെങ്കിലും ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെതായ ആത്യന്തികമായ ലക്ഷണമായി ആ സുവിശേഷത്തെ ഇന്നും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനുഷ്യവർഗത്തിൻ്റെതായ രക്ഷയ്ക്ക് മുഖാന്തരമാക്കുവാൻ തക്കോണം ദൈവികമായ പദ്ധതിയിലേക്ക് ദൈവം ആക്കി വച്ചിരിക്കുന്നതായ വ്യവസ്ഥിതിയാണെന്ന് നാം ഉൾക്കൊള്ളേണ്ട അത്യന്തപേക്ഷിതമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കുന്ന ജീവിതങ്ങൾക്ക് അത് ശാശ്വതമായ രക്ഷയാണ്, ജീവിതത്തിൽ ശാശ്വതമായ സമാധാനമാണ്, ജീവിതത്തിൽ ആത്യന്തികമായി ദൈവികമായ പദ്ധതിയിലേക്ക് ചേരുന്നതായ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതായ ശ്രേഷ്ഠകരമായ പദവിക്ക് അർഹതയുള്ളവരാക്കി തീർക്കുന്നതായ അവസ്ഥയാണ്. ഞാൻ അധികം ദീർഘമായി പോകുന്നില്ല. ഇന്ന് നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടായിരിക്കും ദൈവവാസന കേൾക്കാനുള്ള ദൈവത്തിൻ്റെതായ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കുക എന്നുള്ള ദൗത്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം ഈ ദേശത്തേക്ക് അയച്ചിരിക്കുന്ന പാസ്റ്റർ ജോയി പാറയ്ക്കൽ അവർക്കായി നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ആ മാറ്റമില്ലാത്ത സുവിശേഷം കേൾക്കുമ്പോൾ ഞാൻ പ്രാരംഭമായി പറയട്ടെ,
യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലൂടെ പ്രകാരം വായിക്കുന്നു. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ യഹോവയായ ദൈവം, വലിയവനായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വലിയവനായ ദൈവത്തിന് മനുഷ്യവർഗത്തുള്ള ഏറ്റവും വലിയ ആഹ്വാനം അവിടെ കാണുവാൻ തക്കണം കഴിയും. അവിടെ കാണുന്ന ഇപ്രകാരമാണ് 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാപ്രവചനം 1-ന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. അവിടെ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്തു മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിന് ഇരയായിത്തീരും. യഹോവയുടെ വായല്ലോ ഇത് അരുളി ചെയ്യുന്നത്. ആ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നതായ ആ ശ്രേഷ്ഠകരമായ അവസ്ഥ ഒരിക്കൽ കൂടി ഈ രാത്രി സമയവും ഈ പൂവല നായരങ്ങാടി പ്രദേശത്ത് കേൾപ്പിക്കുന്നത് വലിയവനായ ദൈവം ഈ ദേശനിവാസികളെ ആഹ്വാനം ചെയ്യുന്ന ഇപ്രകാരമാണ്: വരുവീ. നമ്മുടെ ദൈവം വലിയവനായ സ്നേഹരമായ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുവാണ്. കം എന്നുള്ളതായ ദൈവികമായ ഇമ്പശബ്ദം നമ്മളെ മാടി വിളിക്കുകയാണ്. വരുവീൻ. ഇന്ന് രാത്രി സമയം ആ ദൈവികമായ ശബ്ദത്തെ കേൾക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടെ, ആ സദ്വർത്തമാനത്തെ കേൾക്കുവാനുള്ള ആഹ്വാനത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു: വരുവീൻ. ഒന്നാമതാം നാം കടന്നു വരിക എന്നുള്ളത്. രണ്ടാമത് പറയുന്ന ഇപ്രകാരമാണ്: കം ആൻഡ് സിറ്റ് വിത്ത് മീ. കടന്നു വരിക മാത്രമല്ല, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ്: കടന്നു വരിക, നമുക്ക് തമ്മിൽ ഇരിക്കുക, നമുക്ക് തമ്മിൽ ആശയവിനിമയം ചെയ്യാം. വലിയവനായ ദൈവം, അഖിലാണ്ടത്ര സൃഷ്ടിതാവായ ദൈവം മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മോട് പറയുകയാണ്: വരുവീൻ, വരുവീൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് പറയുകയാണ്. വന്നതിന് ശേഷമായിട്ട് ഇരിക്കുവീൻ, നമുക്ക് തമ്മിൽ ആശയവിനിമയം ചെയ്യാം. എന്താണ് ആശയവിനിമയം ചെയ്യാൻ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ?